Why so serious cooking? Hey. പേടിച്ചോയോ? ഞാൻ പേടിച്ചൊന്നുമില്ല. എനിക്കറിയായിരുന്നു ഏതെങ്കിലും വൃത്തിയിട്ട കള്ളന്മാരായിരിക്കും. കള്ളന്മാരോ? അതിനാ ഒറ്റക്കല്ലോ വന്നത്. ഇതെന്താണ് പോലീസുകാരെ വീട്ടിലും ഗോതമ്പുണ്ടയോ? ഓരോരോ ശീലങ്ങളെ. അതെ, ഞാനൊരു കാര്യം ചോദിച്ചാ ഇയാൾക്ക് എന്തെങ്കിലും തോന്നുമോ? ആദ്യം ചോദിക്കേ, എന്നിട്ട് നോക്കാം തോന്നൂല്ലെന്ന്. ഇയാൾക്ക് ഈ മോഷണമൊക്കെ ഒന്ന് നിർത്തിക്കൂടെ? എന്തിന്? ഒരാൾക്ക് മാറത്തുള്ള ഒന്നും ഞാൻ മോഷ്ടിക്കാറില്ല. അതിപ്പോ പൊന്നാണെങ്കിലും ശരി, പണമാണെങ്കിലും ശരി. പിന്നെ ഹലോ, ഇതെന്താണ്? എവിടെയാണ്? എന്തുപറ്റി? ഇതെന്താ മുഖം വല്ലാതിരിക്കണ? അവളുടെ ബർത്ത്ഡേ 25-ാം തീയതി. അത് ആഘോഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതിന്റെയാ. അതെന്താണ് ആഘോഷിക്കാൻ പറ്റാത്ത? കുട്ടികളുടെ ബർത്ത്ഡേ അല്ലേ ആഘോഷിക്കേണ്ടത്? അതൊക്കെ രസം. ഇവിടുത്തെ സിയനോട് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കണക്കിന് കിട്ടി. ആഹാ, അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ആ ചിരിക്കി ഇങ്ങോട്ട് വാ. അയ്യോ, ഇങ്ങനെ കളിച്ചോണ്ടിരുന്നാ മതിയോ? കഴിക്കണ്ടേ? പിന്നെ ആനക്ക് പാപ്പന് വിശന്നിട്ടോ? വാ വന്നേ. കണ്ട ഇപ്പൊ ഉഷാറായി. ഓക്കെ, മതി. കഴിക്കണല്ലേ? അല്ല, ഞാൻ പിന്നെ കഴിച്ചോളാം. അതെന്താ? ഒരുമിച്ച് കഴിക്കാം. ഒറ്റ കഴിക്കാണെങ്കിൽ ഹോട്ടലിൽ പോയി കഴിച്ചാൽ പോരെ. ഇരിക്കേ. ലെഗ് പീസ്. കൊള്ളാട്ടോ. മതി. ഇത്ര പെട്ടെന്ന് നിർത്തിയോ? എന്താ ഇഷ്ടായില്ല? ഇഷ്ടമായി. സത്യം ഇഷ്ടമായി. മതിയായിട്ടാണ്. ഓക്കെ, ഞാൻ എഴുന്നേക്കട്ടെ. മോളെ ബർത്ത്ഡേ എപ്പോഴാണ്? 25-ന്. ഈ 25-നാ? എന്താ ചോദിച്ചേ? അയ്യോ മനോജേട്ടൻ. ആശ പഠിക്കണ്ട. ആശയല്ലേ, ഞാൻ മോളിൽ കൂടി പോയിക്കൊള്ളാം. ആശയല്ലേ? കൊച്ചു ബസ് ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ കൂടെ കൂട്ടിയതാ. ഞാൻ കുഞ്ഞു മുഹമ്മദ്. മനോജിനറിയാം? മനോജേട്ടൻ സ്ഥലത്തില്ല, 2 ദിവസം കഴിഞ്ഞിട്ടേ വരൂ. അത് സാരമില്ല, ഞങ്ങൾ നിങ്ങളെ കാണാനാ വന്നേ. എന്നെ അവൻ എൻ്റെ ഒരു 3 കോടി രൂപ എടുത്തിട്ടുണ്ട്. മോൾക്കറിയാലോ.
അവനോടത് തിരിച്ചു തരാൻ മോള് പറയണം. അത് ഞാൻ മോള് പറഞ്ഞാൽ അവൻ തരും. വീട്ടിൽ പെണ്ണുങ്ങൾ പറഞ്ഞാൽ കേൾക്കാത്ത ഭർത്താക്കന്മാരുണ്ടോ? പിന്നെ അല്ലേ? അപ്പോ ഞാൻ പോട്ടെ. പിന്നെ ഒരു കാര്യം, കുട്ടിയുടെ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ വേണം. സ്കൂൾ ബസ് വരുമ്പോൾ കാത്തു നിൽക്കുന്നതാണ് നല്ലത്. കാലതല്ലേ. ഒന്ന് വരുന്നുണ്ടോ? ബർത്ത്ഡേക്കല്ലേ, പെണ്ണ് കാണണമെന്നൊന്നും അല്ലല്ലോ. നീ ഇത്ര നേരത്തെ റെഡി ആയിട്ട് ഇത് എങ്ങോട്ടാണ്? ബർത്ത്ഡേക്ക്. നിന്നെ വിളിച്ചതിന് ബർത്ത്ഡേക്ക്? ആ. ആര് പറഞ്ഞു എന്നല്ലേ വിളിച്ചത്? അല്ല, ചേച്ചീൻ്റെ മുഖത്തേക്ക് നോക്കിയല്ലോ. പോവാ. അങ്ങനെ മടക്കൊന്നും കുത്തല്ല, അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഓ ഓ പോവാ. കേക്ക് എന്നെ കാണാൻ നല്ല വൃത്തിയായില്ലേ? നല്ല വൃത്തികളുണ്ട്. ഓസിക്ക് വന്നത് എനിക്ക് മനസ്സിലായി. എനിക്ക് കള്ള നീലേ. ആ നീ ഫോൺ ചെയ്തേ. ഒരു മിനിറ്റ്. ഹലോ ഹലോ. പ്രേംകുമാറാണ് വിളിച്ചത്, വിജിലൻസിലെ. ഈ ഹവാല കേസിനെ കുറിച്ച് ചോദിച്ചെന്നോട്. എന്നിട്ട് എനിക്ക് ആകെപ്പാടൊരു ടെൻഷൻ. അല്ല, അവൻ ഇങ്ങോട്ടെങ്ങാനും കയറി വന്നെങ്കിലോ? സാറി പോ സാറേ. അല്ല, കുഴപ്പമില്ല. അയ്യോ, വിജിലൻസ് അവരാണോ? മൂടിക്കോ, ശബ്ദം ഉണ്ടാക്കല്ലേ. മൂട്. കയറി വാ സാർ. ജയകൃഷ്ണ. എന്റെ പൊന്ന് ജയകൃഷ്ണ, എത്ര നേരമായിട്ട്. നല്ല മഴ പേടിപ്പിച്ചോളൂ. മനോജ് സാറേ, ഞാനിങ്ങോട്ട് കയറി വരുമ്പോഴേ അവിടെ പുറത്തൊരു വണ്ടി കിടപ്പുണ്ടായിരുന്നു. ഞാൻ കുറെ ഹോണടിച്ചിട്ട വണ്ടി. വണ്ടിയോ? എവിടെ? സാറിന്റെ ഗേറ്റിന്റെ മുന്നിൽ. ഈശോയെ, വിജിലൻസ് ആണോ? പൊന്ന് സാറേ, സാറിങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. ആരെങ്കിലും വണ്ടി ഒതുക്കി വല്ലായിരിക്കും. നമുക്ക് ഈ പരിപാടി നോക്കാം. അതെ, ഇവിടെ വേണ്ട. ഇവിടെ അത്ര സേഫ് ആയിട്ട് തോന്നുന്നില്ല. നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാം. സാറെന്ന് വർത്താനാണ് ഈ പറയുന്നത്. സാർ പറഞ്ഞിട്ടില്ല എല്ലാവരും കൂടി ഇങ്ങോട്ട് കെട്ടിയെടുത്താൽ. ചേട്ടോ, ഇവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് തൂങ്ങേണ്ടി വരും. പറഞ്ഞ മനസ്സിലായില്ലേ? അല്ല, അതുകൊണ്ട് നമുക്ക് എന്റെ പൊന്ന് സാറ്, അതുകൊണ്ട് നമുക്ക് വേറെ സേഫ് ആയിട്ടുള്ള സ്ഥലത്തോട്ട് പോവാം. എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്. സാറിനെ ഒന്നും മിണ്ടണ്ട, എടുത്ത് കയറാം. വായും കോപ്പും ഞാൻ ഷർട്ട് മാറട്ടെ. ആ സാർ, വേണ്ടില്ല. മനോജ് സാറിന്റെ ഒരു പകുതി ധൈര്യം മനുഷ്യനുണ്ടായിരുന്നു ചേട്ടൻ. ശരി.